രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും രണ്ടല്ല. നിലപാടുകളും കൂട്ടുകെട്ടുകളും ഏത് നിമിഷവും മാറി മറിയുക തന്നെ ചെയ്യും. അതാകട്ടെ ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി കേരളത്തിലെ 3 മുന്നണികളും തന്ത്രപരമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസം ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനെ UDF എത്തിക്കാനുള്ള നീക്കത്തിനാണ് വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഒന്നാകെയോ അതല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ ഒരു വിഭാഗത്തെ പിളർത്തിയോ ഒപ്പം നിർത്താനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ CPIയെ ലക്ഷ്യമിട്ടും ചില നീക്കങ്ങൾ UDF നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി CPI നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ചില പ്രധാന നേതാക്കളെയും UDF നേതൃത്വം സമീപിച്ചതായാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ UDFിലെ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് ഒഴികെ മറ്റു പാർട്ടികൾക്ക് കാര്യമായ അടിത്തറ ഇല്ലാത്തതും ജനസ്വാധീനമുള്ള നേതാക്കളുടെ അഭാവവും നികത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം നീക്കങ്ങൾ UDF നേതൃത്വം നടത്തുന്നത് തന്നെ. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം. അതല്ല എങ്കിൽ ഭരണം പിടിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവും UDF നേതൃത്വത്തിന് നന്നായി ഉണ്ട്. ഇതോടൊപ്പം CPIയിലെ ഒരു വിഭാഗത്തെ കൂടി കിട്ടുകയാണെങ്കിൽ 100 മുതൽ 120 സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളതാണ് അവകാശവാദം. നിലവിൽ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ സ്വാധീനമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ജോസ് വിഭാഗത്തെ ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ജോസ് കെ മാണി വന്നില്ല എങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ അടർത്തി എടുക്കാനാണ് അവരുടെ ആലോചന തന്നെ. ഇക്കാര്യത്തിൽ PJ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് തീരുമാനം. എന്നാൽ കോൺഗ്രസ് നീക്കം പരസ്യമായതോടെ മുന്നണി മാറ്റം അജണ്ടയിൽ ഇല്ല എന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട് എന്നും പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്നും പറഞ്ഞ ജോസ് കെ മാണി ഇടതുപക്ഷത്തിനൊപ്പം ഹാപ്പിയാണ് എന്നും അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിലമ്പൂരിലെ UDFന്റെ വിജയം ജനങ്ങളുടെ വിജയമല്ല എന്നുള്ളതിന് തെളിവാണ് മറ്റ് ഘടകകക്ഷികളുടെ പുറകെ UDF പോകുന്നത് എന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന കാര്യം. പാലായിൽ PJ ജോസഫും UDFും നടത്തിയ രാഷ്ട്രീയ വഞ്ചനയും മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതും ഒരിക്കലും മറക്കില്ല എന്നുള്ള നിലപാടാണ് മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചു വരുന്നത്. UDFിൽ ഉണ്ടായിരുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് ഉറപ്പ് നൽകിയ 2 ചിഹ്നം നൽകാൻ പോലും കോൺഗ്രസിനായില്ല എന്നുള്ളതും നേതാക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. KM മാണിയുടെ മരണത്തിന് പിന്നാലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒരു നേതാവും കൂട്ടു നിൽക്കരുത് എന്നുള്ള ഒരു വികാരമാണ് കേരള കോൺഗ്രസ് അണികൾക്കിടയിലും ശക്തമായിരിക്കുന്നത്. KM മാണിയുടെ പൈതൃകം കോൺഗ്രസ് ചാർത്തി കൊടുത്തത് മുറിവേൽപ്പിച്ചതാണ് അണികളുടെ രോഷത്തിന് പ്രധാന കാരണമായിരിക്കുന്നത്. KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകത്തിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് ജോസ് കെ മാണിയും തുറന്നടിച്ചിരിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസിന്റെ ആത്മാഭിമാനം ആരുടെയും മുന്നിൽ അടിയറവ് വെക്കില്ല എന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും UDF നേതൃത്വം പ്രതീക്ഷ കൈവിട്ട മട്ടില്ല. ചില നേതാക്കളുടെയെങ്കിലും അടർത്തി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വവും കേരള കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് കേന്ദ്ര മന്ത്രിപദം വരെ ഓഫർ ചെയ്ത് പാട്ടിലാക്കാനാണ് അവർ ശ്രമം നടത്തുന്നത്. ഇതിനായി ചില ക്രൈസ്തവ മത നേതാക്കളെ ഉപയോഗപ്പെടുത്താനും അണിയറയിൽ നീക്കം നടക്കുകയാണ്.